RCCയിൽ ഒളിക്യാമറ വെച്ച ജീവനക്കാരനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. മെഡിക്കൽ കോളേജ് മുൻ വാർഡ് കൌൺസിലർ GS ശ്രീകുമാറാണ് പരാതി നൽകിയത്. ആരോപണ വിധേയനായ രാജേഷ് KRനെ മാറ്റി നിർത്തണമെന്ന് പോലീസ് അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ഗുരുതരമായ പരാതി ഉയർന്നിട്ടും ലാബ് ജീവനക്കാരനായ രാജേഷ് KRനെ ക്യാഷ് കൌണ്ടറിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തത്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഇത്രയധികം സംരക്ഷണം കൊടുക്കാൻ ആരാണ്? തന്നെ അത് തന്നെയാണ്. RCCയിൽ ഒളിക്യാമറ വെച്ചിട്ടും ഈ കുറ്റക്കാരനെ കണ്ടെത്തിയിട്ടും കർശനമായിട്ടുള്ള നടപടിയിലേക്ക് RCC മാനേജ്മെന്റ് പോയിട്ടില്ല. ലാബ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആളെ ക്യാഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തത്. നടപടി എടുക്കുന്നതിന് പകരം ഒരു തലോടൽ മാത്രമാണ് RCC മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് മുൻ വാർഡ് കൌൺസിലറായിട്ടുള്ള പൊതുപ്രവർത്തകനുമായിട്ടുള്ള GS ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി കൊടുത്തിട്ടുള്ളത്. ആരോപണ വിധേയനായിട്ടുള്ള രാജേഷ് KRനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം, അതിനുശേഷം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം, കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്നും GS ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിനും നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. തന്നെയാണ് ഈ പരാതിക്കാരെല്ലാം ഇപ്പൊ അവിടെ തുടരുന്നു. കാരണം ഏതാണ്ട് ഒരു 5 മാസമായി തോന്നുന്നു ഈ പരാതി നൽകിയിട്ട് ഇതുവരെ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇവരെല്ലാം അവിടെ തന്നെ തുടരുകയല്ലേ? പിന്നെ ഇത് ഏതാണ്ട് 3 മാസം മുമ്പാണ് ഈ പറയുന്ന വനിതാ ജീവനക്കാർ RCC ഡയറക്ടർക്കും അതുപോലെ തന്നെ ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി അതോറിറ്റിക്കും പരാതി കൊടുക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഡയറക്ടർക്ക് പരാതി കൊടുത്തപ്പോഴും ഇത് ഗൗരവത്തിലെടുക്കാൻ RCC മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല. സ്ത്രീ സംരക്ഷണമൊക്കെ ആവർത്തിച്ച് പറയുന്ന സമൂഹമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാന സർക്കാർ സംവിധാനം ഉള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് വളരെയധികം സ്ത്രീകൾ ഇത്തരത്തിൽ തങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം ഒരാൾ ഈ സഹപ്രവർത്തകൻ ഒളിക്യാമറയിൽ പകർത്തിയെന്ന് പറഞ്ഞിട്ട് പോലും ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാതെ മാറി നിന്നത്. പിന്നീട് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഇത് അന്വേഷിക്കുകയും സ്ത്രീകൾ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇയാൾക്കെതിരെ നടപടി വേണമെന്നുള്ള കാര്യം ICC ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലാബ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആളെ ക്യാഷിലേക്ക് മാറ്റി മാത്രമാണ് ഒരു നടപടി ഒതുക്കിയത്. അത് നടപടി എന്ന് പോലും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഇങ്ങനെ ഒരു നടപടി എടുത്തതിനകത്ത് ഈ വിചിത്ര നടപടിയായിട്ട് തന്നെ കാണണം. പക്ഷേ ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ലഭിക്കുന്നു. അപ്പോൾ ഈ ആരോപണ വിധേയനെ മാറ്റി നിർത്തുക, പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ള നിയമത്തിൽ കൂടിയല്ലേ RCC വീഴ്ച വരുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്? ഇത് പോലീസിലേക്ക് പരാതി കൊടുക്കാൻ പോലും RCC മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഇങ്ങനൊരു ആരോപണം കുറേയധികം തൊഴിലാളികൾ ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ജീവനക്കാർ ഉന്നയിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ചാനലിലൂടെ തന്നെ വേണം അതിന്റെ നടപടികൾ നടത്താനായിട്ട്. എന്നാൽ അങ്ങനെ പോകാതെ ഈ പരാതി വന്ന സമയത്ത് തന്നെ സെപ്റ്റംബർ മാസമാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. ആ പരാതിയിലും നടപടി ഉണ്ടാവാതെ വീണ്ടും നവംബറിലേക്ക് ഇത് വരുന്നു. നവംബറിലും ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിയാണ് പിന്നീട് ഈ നടപടിക്ക് വേണമെന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടപടി എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ ലാബ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന ആളെ കണക്കിൽ ക്യാഷിലേക്ക് മാറ്റി ഒരു നിയമനം വീണ്ടും നടത്തിയത്. ഇതിനകത്ത് അങ്ങനെ ഒരു നടപടി എടുക്കാത്തതിൽ ഈ പരാതിക്കാരായിട്ടുള്ള ജീവനക്കാർക്കും വലിയ അമർഷമുണ്ട്. അത് മാത്രവുമല്ല, ഈ സംഘടന പോലും ഇടപെട്ടുകൊണ്ട് ഇയാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സസ്പെൻഷൻ അടക്കമുള്ള നടപടി എടുക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലും എടുക്കാതെയാണ് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു നടപടി RCC മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത്. നടപടി എടുത്തു എന്ന് RCC മാനേജ്മെന്റ് പറയുമ്പോഴും ഇയാൾക്കെതിരെ ഇയാൾ ചെയ്ത കുറ്റത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകിയിട്ടില്ല. എന്തായാലും അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. അതെല്ലാം പരിഗണിച്ചു, അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ GS ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി കൊടുത്തിരിക്കുന്നത്. ശരി ഷിജോ.